ശ്രീ ടി ജെ വിനോദ്. സർ, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പദ്ധതി വിഹിതത്തിൽ ചെലവഴിച്ച് മാർച്ച് മാസം 24-ാം തീയതി ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്ത ബില്ലുകൾ പോലും മാറിക്കൊടുക്കാതെ കിടക്കുന്ന സാഹചര്യമാണ്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല, സാമൂഹിക പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 15 മാസത്തെ കുടിശ്ശികയാണ് നിലനിൽക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 60 കോടി രൂപ കിട്ടാനുണ്ട് സാർ. കാരുണ്യ ബെനവലന്റ് സ്കീമിൽ 10 കോടി രൂപ കിട്ടാനുണ്ട് സാർ. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി എപ്പോഴും പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് 57,000 കോടി ലഭ്യമാക്കാനുണ്ട് എന്നാണ്. പ്രസ്തുത തുക നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? എങ്കിൽ കേസിന്റെ വിധി എന്താണ് എന്ന് പറയാമോ? മിനിസ്റ്റർ. സാർ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുന്ന തരത്തിൽ ഗവൺമെൻറ് കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. സാർ, നമ്മൾ കാരുണ്യയുടെ കാര്യമാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. കാരുണ്യം നമ്മൾ ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്നത് 470 കോടിയാണെങ്കിൽ സാർ 1000 കോടിക്കടുത്ത് ബഡ്ജറ്റിനേക്കാൾ എത്രയോ അധികരിച്ച് നമ്മൾ കൊടുക്കുകയാണ് സാർ. NHM-ന് കേന്ദ്ര ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതത്തിൻ്റെ ശതമാനമൊക്കെയാണ് പറഞ്ഞത് സാർ. ഈ NHM-ന് 2023-24 മാത്രം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തരാനുള്ളത് 611 കോടിയാണ് സാർ. NHM-ന് അവർ ബ്രാൻഡിങ്ങിൻ്റെയും മറ്റും പറഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യരംഗത്തേക്ക് തരാനുള്ള പണം തടഞ്ഞു വച്ചിരിക്കുന്നത് സാർ. നേരത്തെ തന്നെ UGC അടക്കമുള്ളതിൻ്റെ പലതിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട് സാർ. സംസ്ഥാന ഗവൺമെൻറ് ഈ മേഖലയിൽ അധികം പണം അനുവദിച്ചിട്ടാണ് NHM ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് സാർ. ഓരോ മേഖലയിലും സിവിൽ സപ്ലൈസിന് പാടിയുടെയും മറ്റും മേഖലയിൽ നൽകാനുള്ള നെല്ല് സംഭരണത്തിന് നൽകാനുള്ള വലിയ തുകയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ തന്നെ ഇവിടെ പറഞ്ഞതാണ്. ഓരോ മേഖലയിലും ഇങ്ങനെ തരാനുള്ള പണം തരാതിരിക്കുന്നുണ്ട് സാർ. ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ചെലവ് കുറയ്ക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടേ ഇല്ല. എന്നാൽ അങ്ങനൊരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കുറേ പ്രചരണ പരിപാടികൾ, പ്രചരണവും കാമ്പയിനും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വലിയ തോതിൽ അത് നടന്നിരുന്നു സാർ. നമ്മൾ കഴിഞ്ഞ വർഷം പഞ്ചായത്തുകളുടെ 25-ാം തീയതി വരെയാണ് കൊടുക്കേണ്ടത് എന്നൊരു ഡേറ്റ് കൊടുത്ത് ആ ഡേറ്റിന് ശേഷമുള്ളതാണ്, എന്നിട്ട് തന്നെ വീണ്ടും അഡീഷണൽ ഡേറ്റ് കൊടുത്തു. അതിന് ശേഷമുള്ളത് സാധാരണഗതിയിൽ കൊടുക്കുന്നത് പോലെ അടുത്ത ഈ വർഷം ആദ്യം കൊടുക്കുമെന്ന നിലയിൽ തന്നെയാണ് ധാരണ ഉണ്ടാക്കിയത്. അല്ലാതെ ആ സമയത്തിനകത്ത് കൊടുക്കുന്നതിനകത്ത് പിന്നെ പൊതുവിൽ കുറവ് വന്നിട്ടില്ല. പഞ്ചായത്തിൻ്റെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തിനകത്തും വലിയ വെട്ടിക്കുറവ് വന്നിട്ടില്ല സാർ. ഇതെല്ലാം ഉള്ളപ്പോൾ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്ന് ഓരോ ഭാഗമായിട്ട് നോക്കണം. വിശദമായി സംസാരിക്കാനും ചർച്ച ചെയ്യാനുമുള്ളൊരു വേദി ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സമയം എടുക്കുന്നില്ല സാർ. ഈ അടുത്തിടയ്ക്ക് വന്ന 1-2 കണക്കുകളുണ്ട് സാർ. ഇന്ത്യയിൽ ആകെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി 2022-23 കൊടുത്ത അപ്പോയിൻമെൻറ്റിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കൊടുത്ത കണക്കനുസരിച്ച് ആകെ 51,000 പേരെയാണ് ഇന്ത്യയിൽ PSC വഴി അപ്പോയിൻറ്റ് ചെയ്തത്. അതിനകത്ത് സാർ 34,000 പേരെ കേരളത്തിലാണ് സാർ അപ്പോയിൻറ്റ് ചെയ്തത്, 60% സാർ. ഈ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ 3 വർഷമായിട്ടും അതിനു മുമ്പത്തെ 5 വർഷമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം ഈ 34,000 പേരുടെ അപ്പോയിൻമെൻറ്റ് നടത്തിയില്ലെങ്കിൽ 1,500 കോടി രൂപ ലാഭം വരും സാർ. അങ്ങനെ ലാഭം ഉണ്ടാക്കാനല്ല സാർ ഈ സർക്കാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാർ നീതി ആയോഗ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനത്തിൽ അവരുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കണക്കനുസരിച്ച് കേരളമാണ് ഏറ്റവും മെച്ചപ്പെട്ട 1ാമത്തെ സ്ഥലം. 0.002 ആണ് സാർ കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ നിരക്ക്. ഈ തരത്തിൽ ഓരോ മേഖലയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ വർഷത്തെ പ്രാഥമിക കണക്കുകൾ AGയുടെ കണക്കനുസരിച്ച് 3.5% ആണ് കേരളത്തിന് ലോൺ എടുക്കാനുള്ള അവകാശം സാർ. ആ 3.5%-ന് പകരം 2.8 എടുത്തിട്ടുള്ളൂ. AGയുടെ പ്രാഥമിക കണക്കാണ്. കാരണം എന്താ? ബാക്കി എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഈ 3.5 എടുക്കുകയാണെങ്കിൽ 8,000 കോടി കൂടെ അധികം കിട്ടും. ഈ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടും കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ 5 മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വിതരണം ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യങ്ങൾ പബ്ലിക്കായി തന്നെ പറഞ്ഞതാണ്. ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ മാസവും കൃത്യമായി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കേസിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു സാർ. ആ കേസിൻ്റെ പോയതിൻ്റെ ഭാഗമായി കേരളത്തിന് കുറേയേറെ ഗുണമുണ്ടായി. കഴിഞ്ഞ ഫെബ്രുവരി മാസം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് ശമ്പളമടക്കം തടയുന്ന തരത്തിലേക്ക് കേരളത്തിന് ഏറ്റവും അർഹമായ പണം
കിട്ടാതിരിക്കുന്ന ചില തീരുമാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയുണ്ടായി. സാർ, ആ കേസിന് പോയതിൻ്റെ ഭാഗമായി 13,608 കോടി രൂപ റിലീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം മാർച്ച് മാസത്തിൽ 13,608 കോടി രൂപ അതിന് ഭാഗമായി നമുക്ക് റിലീസ് ചെയ്ത് കിട്ടി. സാർ, കേസ് നമ്മൾ പറഞ്ഞ കാര്യം അതിനകത്തൊരു ഗ്രൗണ്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അത് തുടർന്ന് കേൾക്കും. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഫെഡറൽ ഇഷ്യൂ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇതുപോലെ പോകുന്നത്. സുപ്രീം കോടതി അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. സാർ, കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സാർ പ്രശ്നം. സാർ, നമുക്ക് ഈ 2017-18 സാമ്പത്തിക വർഷം മുതലാണ് പബ്ലിക് അക്കൗണ്ട്, അതായത് ട്രഷറി കിടക്കുന്ന പണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടമായിട്ട് കണക്കാക്കാൻ തുടങ്ങിയത്. സാർ, അതിന് ശേഷമുള്ള 2017-18 മുതൽ 22-23 വരെ മാത്രം 91,269 കോടി രൂപയാണ് സാർ നമുക്ക് വെട്ടിക്കുറയ്ക്കപ്പെട്ടത്. ഈ തരത്തിൽ ചെയ്യുമ്പോഴും സംസ്ഥാനം രാജ്യത്തെ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം അടക്കം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പാർലമെൻറ്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഗുണമുണ്ടാകും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേന്ദ്ര സർക്കാരിൽ നിന്നും പദ്ധതിയേതര ഇനത്തിൽ നടപ്പ് സാമ്പത്തിക വർഷം ലഭിക്കാനുള്ള തുക എത്ര, ഇതുവരെ ലഭിച്ച തുക എത്ര എന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ. സർ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള വിശദമായ കണക്കുകളാണ് അദ്ദേഹം ചോദിച്ചത് അല്ലേ? അതിൻ്റെ വിശദമായ കണക്കുകൾ തരാം. സാറിന് വിവിധ മേഖലകളിലാണ്, അതുകൊണ്ട് ആ കണക്കുകൾ കൃത്യമായി തരാം. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ആരോഗ്യ രംഗത്തേത്, സിവിൽ സപ്ലൈസിൻ്റെ രംഗത്തേതൊക്കെയുള്ള ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നേരത്തെ തന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ തരുന്നില്ല. പക്ഷേ അതിൻ്റെ വിശദമായ കണക്കുകൾ നമുക്ക് പിന്നീട് തരാം. ഇങ്ങനൊരു ചോദ്യത്തിൽ മാത്രം.